നമ്മൾ ആവേശത്തോടെ സേവിച്ച ദൈവത്തെ സേവിക്കാൻ നമുക്ക് ശേഷം തലമുറകളില്ലാതെ വന്നാൽ അത് നമ്മുടെ അവസാനമാണെന്ന് തിരിച്ചറിയുക. എന്നോടൊപ്പം നിങ്ങൾ ഇത് യോജിച്ചേ തീരൂ. ആവേശമായിരുന്നു. ഞാൻ ആവേശത്തോടെ മുറുകി പിടിച്ചതിനെ പിടിക്കാൻ നമ്മുടെ മക്കൾ കാണുമോ? മാതാപിതാക്കളോടാണ് ഞാൻ ചോദിക്കുന്നത്. റിയൽ ചർച്ച്, സത്യസഭയാണെന്ന് പറഞ്ഞ് ഞാൻ വന്ന ഈ സഭയ്ക്ക് വേണ്ടി, സത്യസുവിശേഷമാണെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ച സുവിശേഷം, സത്യദൈവമാണെന്ന് പറഞ്ഞ് ഞാൻ മുറുകെ പിടിച്ച ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നമ്മുടെ മക്കളുണ്ടോ? ഉണ്ടോ? നമ്മുടെ മക്കളില്ലെങ്കിൽ that is our end. അത് നമ്മുടെ അവസാനമാണ്. That is our failure. If they are not excited, നമ്മൾ വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു ഒരുങ്ങി, പക്ഷെ if our children are not excited, that is our end. That is our failure. അത് നമ്മുടെ തോൽവിയാണ്, നമ്മുടെ പരാജയമാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ മനസ്സിലാക്കിക്കോണം, നമ്മൾ അധികം നാള് എന്നേക്കും ഒന്നും ഇവിടെ നിൽക്കുമ്പോൾ വന്നവരല്ല. We will die and we will go. But when I go, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ മകൻ, എൻ്റെ തലമുറ ഞാൻ കാണിച്ച അതേ ആവേശത്തോടെ ഈ ദൈവത്തിന് വേണ്ടി നിൽക്കുവോ? Let the church in this place, let the churches, ഇത് പിന്നീട് കാണുന്നവർ കാണും, സഭകൾ ഇത് പഠിക്കണം. When the children are ignored, ഇവിടെ ഇരിക്കുന്ന പിള്ളേരെ നമ്മൾ അവഗണിച്ചു. അവർക്ക് ഈ യോഗങ്ങൾ ബോറടിയാ. അവർ കളിച്ചോണ്ടൊക്കെ ഇരിക്കുക. They are bored. They find this meaningless. Understand, this is our end. നമ്മളൊരു ദുരന്തത്തിലേക്കാ പോകുന്നെന്ന് തിരിച്ചറി. സഭ ഇല്ലാതാവുന്നാണോ? നോ. കർത്താവിന്റെ സഭ നിൽക്കും, പക്ഷെ ലോക്കൽ ഏരിയയിലുള്ള സഭയെ അത് ബാധിക്കും. ഞാൻ അന്ന് പറഞ്ഞൊരു ഉദാഹരണം ഞാൻ എവിടുന്നോ കേട്ട കാര്യമാണ്. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് സങ്കല്പിച്ചേ, യെരുശലേമിലെ തകർച്ച നിങ്ങൾ കണ്ടല്ലേ? ആള് തിങ്ങിപ്പാർത്ത പട്ടണത്തിൽ ഇപ്പൊ ആളില്ല. 10 വർഷം, 20 വർഷം, 30 വർഷം കഴിയുമ്പോൾ ഇവിടെ എന്തോ സംഭവിക്കും? നമ്മൾ കുറെ പേരങ്ങ് പോകും. ആള് പോയി കഴിയുമ്പോൾ 10 വർഷം മുന്നോട്ട് ചെല്ലുമ്പോൾ, 20 വർഷം കഴിയുമ്പോൾ ഈ മരങ്ങളെല്ലാം ഇവിടെ വലിയ കാടാവും. കാരണം വെട്ടിത്തെളിക്കാൻ ആളില്ല. വീണിരിക്കുന്ന കരിയിലെല്ലാം കൂമ്പാരം പോലായി. പെയിന്റ് എല്ലാം മങ്ങി, പൊന്നു മങ്ങി എന്ന് പറഞ്ഞ പോലെ പെയിന്റ് എല്ലാം മങ്ങി. എഴുതിയിരിക്കുന്ന NLAG തൂങ്ങി താഴോട്ട് വന്നു. ഇന്നും മനോഹരമായിട്ട് തൂത്തു തുടച്ച് പാർക്കിംഗ് ഇവിടെ അവിടെ, ലൈറ്റ്, കൊട, ക്യാമറ എല്ലാം ഉണ്ട്. പക്ഷേ if our people are not there, if our children are not with us, if they are not interested, അങ്ങനെ ഒരു ഹോണ്ടഡ് പ്ലേസ് ആയിട്ട് ഇത് മാറും. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയവർ ഇവിടെ കാണും. പലരും എന്നോട് പറഞ്ഞുള്ള അറിവ് ഞാൻ പറയാം. പലയിടത്തും പോകുമ്പോൾ പറയും, കൊണ്ടുപോകുന്ന ടൂർ ഗൈഡ് പോകുന്നത്, ദിസ് ഈസ് എ പ്ലേസ് വേർ ദ മിഷണറി ഇന്ന ആള് പ്രസംഗിച്ച ഇന്ന റിവൈവൽ നടന്ന സ്ഥലം, ദിസ് ഇസ് എ പ്ലേസ് വേർ ദിസ് റിവൈവൽ ഹാപ്പൻ. പക്ഷെ ഇപ്പോൾ ആലയം എല്ലാം വിറ്റു. കുറെ ആലയം വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ആരാധിക്കാനല്ല, മ്യൂസിയം പർപ്പസിന് വേണ്ടി, ആൾക്കാർക്ക് വന്ന് കാണാൻ വേണ്ടി. അങ്ങനെയായി. നമ്മളെപ്പറ്റി അങ്ങനെ പറയാതിരിക്കട്ടെ. നമ്മളെപ്പറ്റി നമുക്ക് ആ അവസ്ഥ വരാതിരിക്കട്ടെ. ആത്മമാരി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്നല്ല, പണ്ട് ഇവിടെ സഭയുണ്ടായിരുന്നു എന്നല്ല. നമ്മുടെ മക്കൾ നമുക്ക് ശേഷവും നിൽക്കേണ്ടതിന് അവരുടെ ഉള്ളിൽ ആ ഭാരം വരണം. മാതാപിതാക്കളെ, നിങ്ങൾ എന്നോട് പിണങ്ങല്ലേ? വളരെ താഴ്മയോടെ ഞാൻ പറയാ, ലെറ്റ് us not boast. നമ്മൾ അഭിമാനം കൊള്ളുന്നത് എന്തിലാ? എൻ്റെ മോൻ ഇന്ന രാജ്യത്താന്ന് പറയുമ്പോഴേ നമ്മൾ 2 അടി കളരും. ഇന്ന കമ്പനിയാന്ന് പറയുമ്പോഴത്തേനും അയ്യോ, so high job, so high income, so what? Do they attend the church on Sunday? സൺഡേ രാവിലെ സഭായോഗത്തിന് പോകുന്നുണ്ടോ? ഇല്ലേൽ എന്നാന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. Let us boast, for we have our children in ministry. നമ്മുടെ എത്ര മക്കൾ ശുശ്രൂഷയിലുണ്ട്? അല്ലല്ല, ഫുൾ ടൈം ശുശ്രൂഷ വേണ്ടെന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. ഫുൾ ടൈം ശുശ്രൂഷ അവിടെ മാറ്റി വെക്ക്, ഫുൾ ടൈം ശുശ്രൂഷ അവിടെ നിൽക്കട്ടെ. നമ്മളെ പല മക്കളും ഞായറാഴ്ച സഭായോഗത്തിൽ വരുന്നില്ലല്ലോ. ഞായറാഴ്ച സഭായോഗം മിസ് ചെയ്തിട്ട് എന്തോ പ്രധാനമന്ത്രിയെ കാണാൻ പോകണമായിരുന്നോ? We don't feel guilty at all. നമുക്ക് കുറ്റബോധം പോലും തോന്നുന്നില്ലല്ലോ, നമുക്ക് വിഷമം തോന്നുന്നില്ലല്ലോ.
churches, not our church, but church in general. For what are we boasting? വിദേശത്തുള്ള അംഗങ്ങളുടെ സംഖ്യയിലാണോ അഹങ്കരിക്കുന്നത്? The church must boast, for we have missionaries in the field. ഇവിടുന്ന് ശുശ്രൂഷകന്മാർ എഴുന്നേറ്റിട്ടുണ്ടെന്നുള്ളതിൽ അഭിമാനം കൊള്ളണം. We need more people, we need more youngsters who will stand up for the gospel that we preached. നമ്മൾ ആവേശം കാണിച്ച സുവിശേഷത്തിന് വേണ്ടി നമ്മുടെ മക്കൾ നിൽക്കണം. ഞാനിത് വേദനയോടെ പറയുന്നത്. പലയിടത്തും ഞാൻ എൻ്റെ ചുരുങ്ങിയ എക്സ്പീരിയൻസിൽ പറയാം. ഞാനിവിടെ കോവിഡിന് ശേഷമൊക്കെയാണ് നാട്ടിൽ ശുശ്രൂഷിച്ച് തുടങ്ങുന്നത്. ഞാൻ പല യൗവനക്കാരുടെ കൂട്ടായ്മകളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ അടുത്തിടയ്ക്ക് പല ക്യാമ്പുകളിൽ ഞാൻ സംസാരിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ കണ്ടുവരുന്ന കാര്യം ഞാൻ പറയട്ടെ, ആവേശം നഷ്ടപ്പെട്ടു പോയി. ഇൻട്രസ്റ്റ് ഇല്ലാത്ത തലമുറകളായി ഇന്ന് കൂടുതലും ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്ന് അറ്റൻഡ് ചെയ്യിപ്പിക്കുക, രക്ഷപ്പെട്ടോട്ടെന്നൊക്കെ ചിന്തിച്ച് അത് പോരാ. വി ആർ ലൂസിങ് അവർ യങ്സ്റ്റേഴ്സ്.